ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 62 ഭൂലോക ബൃഹസ്പതി ഭാഗം 62 ഭൂലോക ബൃഹസ്പതി ഇവിടെ ആരംഭിക്കുന്നു. മണ്ണന്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള മുഹൂർത്തം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. അത് ഗുരുദേവനെ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടായിരുന്നു ഗുരുദേവൻ ക്ഷേത്രത്തിൽ വന്നെത്തിയതും തുടർന്ന് പ്രതിഷ്ഠ നിർവഹിച്ചതും. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ക്ഷേത്രത്തിൽ അല്പനേരം വിശ്രമിച്ച ഗുരുദേവനെ ദർശിക്കുവാൻ ജനങ്ങൾ വലിയ തിക്കും തിരക്കും കൂട്ടുകയുണ്ടായി. എല്ലാവർക്കും ദർശനവും അനുഗ്രഹവും നൽകിയ ശേഷം മടങ്ങുവാനായി ഗുരുദേവൻ എഴുന്നേറ്റു. അപ്പോൾ ആ ദേശത്തിന് വെളിയിൽ നിന്നും വന്ന ഒരു മഹാപണ്ഡിതൻ ഗുരുവിനെ ദർശിക്കുവാനായെത്തി. അന്ന് പ്രതിഷ്ഠ നടത്തുവാൻ തക്ക യാതൊരു മുഹൂർത്തവും അദ്ദേഹം ഗണിച്ചു നോക്കിയിട്ട് കണ്ടിരുന്നില്ല. അതിനാൽ വിനയസ്വരത്തിൽ ആ പണ്ഡിതൻ ഗുരുസന്നിധിയിൽ എത്തി പറഞ്ഞു, ഒരു സംശയം ഉണർത്തിപ്പാനുണ്ട്. ഗുരുദേവൻ: എന്താ സംശയമോ? ചോദിക്കാമല്ലോ. പണ്ഡിതൻ: പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം ഏത് രാശിയിലാണ്? ഗുരുദേവൻ: അടി അളന്നു നോക്കണം. പണ്ഡിതൻ എത്ര ആലോചിച്ചിട്ടും ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. ഇതറിഞ്ഞ ഗുരുദേവൻ ചിന്താഭഗ്നനായിരുന്നു അദ്ദേഹത്തെ നോക്കി വീണ്ടും പറഞ്ഞു, കുട്ടി ജനിച്ച ശേഷമാണല്ലോ ജാതകം കുറിക്കുക. മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ. പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി മുഹൂർത്തം നോക്കാം. പണ്ഡിതൻ ഇത് കേട്ട് നന്നായി വിയർത്തു. രാശിയും മുഹൂർത്തവും ഒക്കെ നോക്കുന്നതിലും ഗണിക്കുന്നതിലുമുള്ള തൻ്റെ പാണ്ഡിത്യം ഒരു നിമിഷം കൊണ്ട് പപ്പടം പോലെ പൊടിഞ്ഞു വീണതറിഞ്ഞ് അദ്ദേഹം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. മുഹൂർത്തം കേവലം സങ്കല്പമാണെന്നും സങ്കല്പത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നുമുള്ള സത്യം ബോധ്യപ്പെടുത്തുകയാണ് ഗുരുദേവൻ ചെയ്തതെന്ന് പണ്ഡിതന് മനസ്സിലായി. വളരെ വിനയത്തോടെ കുമ്പിട്ടിട്ട് അവിടുന്ന് ഭൂലോക ബൃഹസ്പതിയാണ് എന്ന് ഘോഷിച്ചുകൊണ്ട് പണ്ഡിതൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 62 ഭൂലോക ബൃഹസ്പതി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.